അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്താണെന്നും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചർ ഏതൊക്കെയാണെന്നും നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് എന്താണെന്ന് നോക്കാം. ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പോൾ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ അനാലിസിസ് എടുക്കുകയാണെങ്കിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടെർമിനോളജീസ് ഉണ്ട്. അതിൽ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടെർമിനോളജിയാണ് ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ്. സോ നമുക്കറിയാം, ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ എടുക്കുകയാണെങ്കിൽ അവിടെ കൺവെക്ഷനും വരുന്നുണ്ട്, കണ്ടക്ഷനും വരുന്നുണ്ട് അല്ലേ. സോ ഈ കൺവെക്ഷൻ റെസിസ്റ്റൻസും കണ്ടക്ഷൻ റെസിസ്റ്റൻസും കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ ഒരു സിമ്പിൾ ടേം ആയിട്ട് എഴുതാം. ദാറ്റ് ഈസ് നോൺ ആസ് ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഡെറിവേഷൻ ചെയ്ത് നോക്കാം. സോ ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ്, ഈ ടേം നമ്മൾ ഓൾറെഡി കണ്ടക്ഷൻ പഠിച്ചപ്പോൾ പഠിച്ചതാണ്. സോ അത് നമുക്കൊന്നുകൂടി റീക്യാപ്പ് ചെയ്യാം. സോ നമ്മളൊരു വോള് കൺസിഡർ ചെയ്യുക, ഒരു തിൻ വോള് കൺസിഡർ ചെയ്യുക. ലെറ്റ് ദ ലെങ്ത് ഓഫ് ദി വോൾ ബി ഡെൽറ്റ എക്സ് ആൻഡ് ഇറ്റ്സ് തെർമൽ കണ്ടക്ടിവിറ്റി ബി കെ. ഇനി നമുക്ക് ഈ വോളിൻ്റെ രണ്ട് സൈഡിലും രണ്ട് ഫ്ലൂയിഡ് ഉണ്ട്, ഫ്ലൂയിഡ് എ ആൻഡ് ഫ്ലൂയിഡ് ബി. ഓക്കെ, ലെറ്റ് ദ ടെമ്പറേച്ചർ ഓഫ് ഫ്ലൂയിഡ് എ ബി ടി എ ആൻഡ് ദ സർഫസ് ടെമ്പറേച്ചർ, അതായത് ഈ പോയിൻറ്റ് ലെഫ്റ്റ് സൈഡിലെ സർഫസ് ടെമ്പറേച്ചർ നമുക്ക് T1 ആയിട്ട് എടുക്കുക. അതേപോലെ തന്നെ റൈറ്റ് സൈഡിലെ വോളിൻ്റെ സർഫസ് ടെമ്പറേച്ചർ T2 ആയിട്ട് എടുക്കുക. ഇനി അതേപോലെ തന്നെ ഈ ഫ്ലൂയിഡിൻ്റെ ടെമ്പറേച്ചർ നമുക്ക് TB ആയിട്ട് എടുക്കുക. ഓക്കെ, സപ്പോസ് TA ഗ്രേറ്റർ ദാൻ TB ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ട് ഹീറ്റ് ഫ്ലോ ചെയ്യാൻ തുടങ്ങുമല്ലേ. ഇനി നമുക്കിവിടെ നോക്കുക, ഈ സൈഡിൽ എന്തുവാണ് നടക്കുന്നത്? അതായത് ഫ്ലൂയിഡിൽ നിന്ന് വോളിലോട്ട് വരുമ്പോൾ എന്തുമായിരിക്കും നടക്കുന്നത്? കൺവെക്ഷൻ ആയിരിക്കും അല്ലേ. സോ ഇവിടെ കൺവെക്ഷൻ നടക്കും. ഇനി ഈ വോളിനകത്ത് എന്തുമായിരിക്കും നടക്കുന്നത്? ഇവിടെ കണ്ടക്ഷൻ നടക്കും. സിമിലർലി വീണ്ടും പുറത്തോട്ട് വരുമ്പോൾ വീണ്ടും കൺവെക്ഷൻ നടക്കും അല്ലേ. സോ ദെയർ വിൽ ബി 2 കൺവെക്ഷൻ ആൻഡ് 1 കണ്ടക്ഷൻ. സോ നമുക്കിവിടെ തെർമൽ റെസിസ്റ്റൻസ് എങ്ങനെ വരയ്ക്കാം? മൊത്തം 3 ഹീറ്റ് ട്രാൻസ്ഫർ പ്രോസസ്സ് നടക്കുന്നുണ്ട്, നമുക്ക് 3 റെസിസ്റ്റൻസ് വരയ്ക്കാം. ഓക്കെ, first one will be due to convection or convective, and the second one will be due to conduction, that will be or conductive, and the third one again convective resistance. Okay, let it be A and this one be B. ഇത് നമുക്ക് വോളിൻ്റെ ടേംസ് നമുക്ക് 1 and 2 ആയിട്ട് എടുക്കാം. ഓക്കെ, സോ ഇനി നമുക്ക് കൺവെക്റ്റീവ് തെർമൽ റെസിസ്റ്റൻസ് ഇക്വേഷൻ എങ്ങനെ എഴുതാം? 1/HA ആണെന്ന് അറിയാം. സോ ലെറ്റ് ദ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ്, അതായത് ഇവിടുത്തെ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് നമുക്ക് H1 ആയിട്ട് എടുക്കാം, HA ആയിട്ട് എടുക്കാം. അതേപോലെ തന്നെ ഇവിടുത്തെ ഹീറ്റ് ട്രാൻസ്ഫർ, അതായത് ഫ്ലൂയിഡ് ബിയുടെ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് നമുക്ക് HB ആയിട്ട് എടുക്കാം. സോ നമുക്ക് ആർ കൺവെക്റ്റീവ് എങ്ങനെ എഴുതാം? 1/HA ഇൻറ്റു ഏരിയ എന്ന് എഴുതാം. ഇനി കണ്ടക്റ്റീവ് തെർമൽ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്താണ്? L/K ആണ്. ഓക്കെ, L/K. ഇവിടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എക്സ് ആണ്. സോ അത് നമുക്ക് പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫോർ ദ ടൈമിങ് L/K എന്ന് എഴുതാം. ഓക്കെ, ഇനി അടുത്ത് വീണ്ടും കൺവെക്ഷൻ റെസിസ്റ്റൻസ് ആണ് അല്ലേ. സോ നമുക്ക് അവിടെ വീണ്ടും 1/HB ഇൻറ്റു A എന്ന് എഴുതും. ഓക്കെ, സോ ഇവിടുന്ന് നമുക്ക് ക്യൂവിൻ്റെ ഇക്വേഷൻ, അതായത് റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ ടി ബൈ സം ഓഫ് ടോട്ടൽ, അതായത് സിഗ്മ ആർ ടി എച്ച് എന്ന് എഴുതാം. വാട്ട് വിൽ ബി ഡെൽറ്റ ടി? അതായത് ഡിഫറൻസ് ഓഫ് 2 എക്സ്ട്രീം ടെമ്പറേച്ചേഴ്സ്, ദാറ്റ് വിൽ ബി ഈക്വൽ ടു TA മൈനസ് TB. ഓക്കെ, സിഗ്മ ആർ ടി എച്ച്, അതായത് സം ഓഫ് റെസിസ്റ്റൻസ് നമുക്ക് എങ്ങനെ എഴുതാം? ഇനി താഴെ കിടക്കുന്ന റെസിസ്റ്റൻസിൻ്റെ ടേം എല്ലാം ആഡ് ചെയ്യാം. ദാറ്റ് ഈസ് 1/HA ഇൻറ്റു A പ്ലസ് ഇവിടെ L/K എന്നാണ് ഞാൻ എഴുതിയത്. സോ ഇവിടുത്തെ ലെങ്ത് എന്തുവാണ്? നമ്മുടെ വാളിൻ്റെ ലെങ്ത് അപ്ലൈ ചെയ്യുക. ദാറ്റ് വിൽ ബി ഡെൽറ്റ എക്സ് ബൈ കെ പ്ലസ് 1/HB ഇൻറ്റു A എന്ന് വരും. അതായത് Q ഡാഷ് ഈസിക്കൽ ടു TA മൈനസ് TB സം ഓഫ് റെസിസ്റ്റൻസ്. സോ ഇവിടെ നിന്ന് നമുക്ക് ഏരിയയുടെ ടേം പുറത്തെടുക്കുകയാണെങ്കിൽ നമുക്ക് റിമൈനിങ് ടേംസിനെ എങ്ങനെ എഴുതാം? Q ഈസിക്കൽ ടു U ഇൻറ്റു A ഇൻറ്റു TA മൈനസ് TB എന്ന് എഴുതാം. വേർ U ഈസ് നോൺ ആസ്
അതായത് റിമൈനിങ് ടേംസ്, അതായത് ഏരിയയുടെ ടേം പുറത്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ റിമൈനിങ് ടേമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. സോ ദാറ്റ് വിൽ ബി, അതെങ്ങനെ വരും, 1/HA പ്ലസ് ഡെൽറ്റ എക്സ് ബൈ കെ പ്ലസ് 1/HB the whole inverse. Okay, this term is known as overall heat transfer coefficient. ഓക്കെ, അപ്പോൾ നമ്മളൊരു പ്ലെയിൻ വാളിലെ ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് അത് ദ സെയിം തിങ് നമുക്ക് ഷെൽ ആൻഡ് ട്യൂബ് ഹീറ്റ് എക്സ്ചേഞ്ചറിൽ അപ്ലൈ ചെയ്യാം. സോ നമ്മളൊരു ഷെൽ ആൻഡ് ട്യൂബ് ഹീറ്റ് എക്സ്ചേഞ്ചർ കൺസിഡർ ചെയ്യുക. ഇതൊരു ഷെൽ ആൻഡ് ട്യൂബ് ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ ഒരു പോർഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഹിയർ ദ ഹോട്ട് ഫ്ലൂയിഡ് ഈസ് പാസിംഗ് ത്രൂ ദ ട്യൂബ് ആൻഡ് കോൾഡ് ഫ്ലൂയിഡ് ഈസ് പാസിംഗ് ത്രൂ ദ ഷെൽ. സോ നമുക്ക് എങ്ങനെ പറയാം, ഈ ഹോട്ട് ഫ്ലൂയിഡ് ട്യൂബിൽ കൂടി പാസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ട്യൂബിൽ നിന്ന് ഈ ഫ്ലൂയിഡിൽ നിന്ന് ട്യൂബിലോട്ട് എങ്ങനെയായിരിക്കും ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്, ബൈ കൺവെക്ഷൻ ഇറ്റ് വിൽ പാസ് ത്രൂ ദ ട്യൂബ് വാൾ അല്ലേ. സിമിലർലി ഈ ട്യൂബ് വാളിൽ പിന്നെ എന്ത് നടക്കും, കണ്ടക്ഷൻ നടക്കും, പിന്നെ വീണ്ടും വാളിൽ നിന്ന് പുറത്തോട്ട് വീണ്ടും കൺവെക്ഷൻ നടക്കും. സോ നമുക്ക് ഇവിടുത്തെ തെർമൽ റെസിസ്റ്റൻസ് എങ്ങനെ വരിക്കാം, ഇവിടെയും 2 കൺവെക്ഷനും 1 കണ്ടക്ഷനും നടക്കുന്നുണ്ട്, 3 റെസിസ്റ്റൻസ് വരും. സോ നമുക്ക് ആദ്യത്തെ കേസ് എടുക്കാം. അതായത് ഇന്നർ സർഫസ്, അതായത് ഹോട്ട് ഫ്ലൂയിഡ് ട്യൂബിൽ കൂടി പാസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇന്നർ സർഫസിൽ എന്തുമായിരിക്കും നടക്കുന്നത്, കൺവെക്ഷൻ ആയിരിക്കും അല്ലേ. ഈ ഫ്ലൂയിഡിൽ നിന്ന് ഈ ട്യൂബിൻ്റെ ഇന്നർ വാളിലോട്ട് ഹീറ്റ് എങ്ങനെയായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്, ബൈ കൺവെക്ഷൻ ആയിരിക്കും. സോ അവിടെ റെസിസ്റ്റൻസ് എങ്ങനെ വരും, 1/H1 ഇൻറ്റു എ എന്ന് എഴുതാം, ഓർ 1/HI ഇൻറ്റു എ എന്ന് എഴുതാം. ഓക്കെ, ഇനി രണ്ടാമത്തെ റെസിസ്റ്റൻസ് എന്ന് ദാറ്റ് വിൽ ബി ഡ്യൂ ടു കണ്ടക്ഷൻ. അതായത് ഈ വാളിൽ നടക്കുക, ഈ ട്യൂബ് വാൾസിൽ എന്തായിരിക്കും നടക്കുന്നത്, കണ്ടക്ഷൻ ആയിരിക്കും നടക്കുന്നത്. സോ ഇതൊരു ട്യൂബ് ആയതുകൊണ്ട് തന്നെ ഇവിടെ റെസിസ്റ്റൻസിനകത്ത് വരുമ്പോൾ ഒരു ചേഞ്ച് ഉണ്ടാവും. അതായത് സിലിണ്ടറിക്കൽ ജിയോമെട്രി ആയതുകൊണ്ട് നമുക്ക് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിൽ വേണം എഴുതാൻ. സോ നമുക്ക് എങ്ങനെ എഴുതാം, LN, അതായത് ഇതൊരു ട്യൂബ് ആയതുകൊണ്ട് തന്നെ ഇന്നർ റേഡിയസും കാണും ഔട്ടർ റേഡിയസും കാണും. സോ നമുക്ക് എങ്ങനെ എഴുതാം, LNR2/R1 2πKL എന്ന് എഴുതാം. ഓക്കെ, ഇനി സിമിലർലി ഔട്ടർ റെസിസ്റ്റൻസ് നമുക്ക് എങ്ങനെ എഴുതാം, ദാറ്റ് വിൽ ബി ആൾസോ ഡ്യൂ ടു 1/H2 ഇൻറ്റു എ എന്ന് എഴുതാം. ഇവിടുത്തെ ഏരിയയ്ക്ക് ഒരു വ്യത്യാസം വരുന്നുണ്ട്. സോ ഫസ്റ്റ് വൺ നമ്മുടെ, അതായത് ആദ്യത്തെ ഹീറ്റ് ട്രാൻസ്ഫർ എവിടെയാണ് നടക്കുന്നത്, ഇന്നർ സർഫസിലാണ് നടക്കുന്നത്. സോ ദിസ് ഏരിയ വിൽ ബി ദ ഇന്നർ ഏരിയ. അതേപോലെ തന്നെ അടുത്ത കൺവെക്ഷൻ റെസിസ്റ്റൻസിൻ്റെ ടൈം നോക്കുക, അത് എവിടെയാണ് നടക്കുന്നത്, ഔട്ടർ സർഫസിലാണ് നടക്കുന്നത് അല്ലേ. സോ ദാറ്റ് വിൽ ബി ഔട്ടർ ഏരിയ. സോ നമുക്ക് ഇന്നർ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം, ദാറ്റ് വിൽ ബി ഈക്വൽ ടു 2πR ഇന്നർ ഇൻറ്റു ലെങ്ത് എന്ന് എഴുതാം. അതേപോലെ തന്നെ ഔട്ടർ ഏരിയ നമുക്ക് എന്താണ് 2πR0 ഇൻറ്റു L എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ നേരെ ഹീറ്റ് ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കുക. ദാറ്റ് വിൽ ബി ഈക്വൽ ടു ΔT ബൈ സം ഓഫ് റെസിസ്റ്റൻസ്. ഓക്കെ, അതായത് TI ആയിരിക്കും കൂടുതൽ, ഹോട്ട് ഫ്ലൂയിഡിൻ്റെ ടെമ്പറേച്ചർ ആയിരിക്കും കോൾഡ് ഫ്ലൂയിഡിനെക്കാട്ടിലും കൂടുതൽ. അതുകൊണ്ടാണ് TI മൈനസ് T0 എന്ന് ഞാൻ എഴുതിയത്. ഓക്കെ, ഇനി നമ്മൾ ഏരിയയുടെ ടേംസ് എല്ലാം നമ്മൾ ഇട്ട് കൊടുക്കുക. അത് ഇന്നർ ഏരിയയ്ക്ക് 2πRIL എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഔട്ടർ ഏരിയയ്ക്ക് 2πR0L എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ നമുക്ക് ആ ഇക്വേഷൻ എങ്ങനെ വരും, ഇങ്ങനെ വരും അല്ലേ. സോ ഇനി നമുക്ക് ഈ ഇക്വേഷനെ നമ്മൾ ആദ്യം കണ്ടുപിടിച്ച പ്ലെയിൻ വാളിൻ്റെ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു Q ഈസ് ഈക്വൽ ടു UA ഇൻറ്റു ΔT. ഇവിടെ ΔT എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ എഴുതാം, TI മൈനസ് T0 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അത് ആ വാല്യൂ നമുക്ക് കിട്ടി. ഇനി സപ്പോസ് എനിക്ക് ഏരിയയുടെ ടേം മുകളിൽ കൊണ്ടുവരണം അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യുക, ലെറ്റ് ഇറ്റ് ബി എ. അതായത് ഇവിടെ ഇന്നർ ഏരിയ ആണെങ്കിൽ കറസ്പോണ്ടിങ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, U ആയിരിക്കും. അത് ഇന്നർ ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ഞാനിവിടെ ഇന്നർ ഏരിയ കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്ന് വെച്ചോ. സോ നമുക്ക് എന്തോ കിട്ടും, ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമുക്ക് നമുക്ക് എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് AI ഈസ് ഈക്വൽ ടു 2πRI ഇൻറ്റു L. സോ ഞാൻ മുകളിലും താഴെയും ഇന്നർ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇക്വേഷൻ എങ്ങനെ വരും,
നമുക്ക് നോക്കാം. സോ ഞാൻ താഴെ 2πRIL കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റിമൈനിങ് ടേം എനിക്ക് എന്തുവാണ് കിട്ടുന്നത്? 1/HI എന്ന് വരും. ഇനി നെക്സ്റ്റ് ടേമിനെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? RI × LN R2/R1/K എന്ന് വരും. ഇനി അടുത്ത ടേമിനെ മൂന്നാമത്തെ ടേമിനെ ഞാൻ 2πRIL കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ എനിക്ക് എങ്ങനെ വരും? 1/H2 × RI/R0 എന്ന് വരും. ഓക്കെ, നമുക്ക് ക്യൂവിൻ്റെ ഇക്വേഷൻ കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് ഇന്നർ ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റിൻ്റെ വാല്യൂ നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് UI = ദ റിമൈനിങ് ടേം. ഓക്കെ, ദ ഹോൾ ഇൻവേഴ്സ് എന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നർ ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്തുവാണ് ചെയ്തത്? മുകളിലും താഴെയും ഇന്നർ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സിമിലർലി നമുക്ക് ഔട്ടർ ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? മുകളിലും താഴെയും ഔട്ടർ സർഫസ് ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, സോ നമുക്ക് അവിടെ U0 കണ്ടുപിടിക്കാൻ പറ്റും. അത് കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. സോ ഫോർ ദ ടൈം ബീങ് നമുക്ക് ഇത്രയും മതി. സോ ഇനി നമുക്ക് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് രണ്ട് കേസിലും കണ്ടുപിടിച്ചു. സോ നമുക്ക് എങ്ങനെ കിട്ടി ഇക്വേഷൻ? U0 = 1/HI + L/K + 1/H0 എന്ന് കിട്ടി. വേറെ HI and H0 are the heat transfer coefficient at the inner and outer surface. ഓക്കെ, സോ നമുക്കിനി ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നോക്കാം. സോ ആദ്യമായിട്ട് നമുക്ക് ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ ജനറൽ കണ്ടീഷൻ നോക്കാം. സപ്പോസ് ഇഫ് L ഈസ് വെരി സ്മോൾ ആൻഡ് K ഈസ് വെരി ഹൈ, വാട്ട് വിൽ ഹാപ്പൻ? നമുക്ക് നോക്കാം. ഈ ടേം നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യുക അല്ലേ. ഇതാണ് നമ്മുടെ എല്ലാ ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സിൻ്റെയും കണ്ടീഷനാണ് ഇത്. സോ നമുക്ക് റിമൈനിങ് ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റിൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? U0 = 1/HI + 1/H0 ദ ഹോൾ ഇൻവേഴ്സ് എന്ന് വരും. ഓക്കെ, ദിസ് വൺ ഈസ് ദ ജനറൽ ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് ഇക്വേഷൻ ഇൻ ദ കേസ് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചസ്. സപ്പോസ് ഇനി നമ്മൾ ഇൻലെറ്റിൽ നമ്മൾ ഗ്യാസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? അതായത് ഈ രണ്ട് ഫ്ലൂയിഡിലും ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ ഗ്യാസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഗ്യാസിൻ്റെ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് വളരെ ചെറുതാണ്. സപ്പോസ് ഇപ്പോൾ നമ്മൾ ഔട്ടർ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഗ്യാസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആ വാല്യൂ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യുക അല്ലേ. സോ നമുക്ക് ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് ഇക്വേഷൻ എങ്ങനെ എഴുതാം? വീണ്ടും ഒരു ടേം മാത്രമേ കാണത്തുള്ളൂ. ദാറ്റ് വിൽ ബി ഡ്യൂ ടു 1/HI ഇൻവേഴ്സ് എന്ന് വരും. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് ഓഫ് ഇന്നർ ഫ്ലൂയിഡ്. സോ അവിടെ ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് എന്തിന് ഈക്വൽ ആയിരിക്കും? ഇന്നർ ഫ്ലൂയിഡിൻ്റെ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റിന് ഈക്വൽ ആയിരിക്കും. ആൻഡ് ദാറ്റ് വിൽ ബി എ ലിക്വിഡ്. ഓക്കെ, ആ ലിക്വിഡിൻ്റെ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് എന്തുവാണോ അത് തന്നെ ആയിരിക്കും അവിടുത്തെ ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് എന്ന് പറയുന്നത്. സോ ഇൻ ദിസ് കണ്ടീഷൻ വാട്ട് വിൽ വി ഡു? അതാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അതായത് വി നോ ദാറ്റ് AiHI = A0 H0 എന്നറിയാം. സോ H0 വളരെ കുറവാണ്. സോ നമ്മൾ ഈ ടേമിന് കുറവാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും? A0 ഷുഡ് ബി വെരി ഹയർ അല്ലേ. ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രോഡക്റ്റ് ഈക്വലായിട്ട് വരണമെങ്കിൽ എന്താണ്? A0യുടെ വാല്യൂ ഷുഡ് ബി ഹയർ. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫിൻസ് ഉപയോഗിക്കുന്നത്. ഹീറ്റ് എക്സ്ചേഞ്ചറിനകത്ത് ഒരു ഫ്ലൂയിഡ് ഗ്യാസ് ആണെങ്കിൽ നമ്മൾ ഫിൻസ് ഉപയോഗിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്തുവാണ്? ഈ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ്. നമ്മൾ ഓൾറെഡി പ്ലെയിൻ വാളിൻ്റെ ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കി. അതേപോലെ തന്നെ ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ സിഗ്നിഫിക്കൻസ് പറഞ്ഞു. സോ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.